വ്ളോഗിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. മക്കളെ നിങ്ങൾ ഞെട്ടും. എന്താണെന്നറിയാമോ? ഒട്ടകക്കറി. ക്യാമൽ മീറ്റ് എങ്ങനെ കറി വെക്കാമെന്ന് ഞാനും പരീക്ഷിക്കാൻ പോവാ. പരീക്ഷണത്തിലെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നലെ ശരിക്കും ഈ ചാനൽ 1/2 കിലോ ഒട്ടകം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല. കൊണ്ടുവന്നല്ല കിട്ടിയത്. എന്തായാലും വെച്ച് കൊടുക്കാതെ നിവർത്തിയില്ലല്ലോ. അപ്പം ഞാൻ ഒട്ടകത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടകക്കറി, അറബി നാട്ടിൽ വന്നിട്ട് ഒട്ടകക്കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള 1.5, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പിന്നെ പൊടികളായിട്ട് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, നമ്മുടെ മീറ്റ് മസാല തന്നെ കേട്ടോ എടുത്തേക്കുന്നത്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ക്യാമൽ മീറ്റ് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ലാതെ കുറേ മേടിച്ചിട്ടും കാര്യമില്ലല്ലോ. അങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആട്ടോ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ എടുത്ത് വെച്ച എല്ലാ മസാല കൂട്ടും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പച്ചച്ചോവ ഉണ്ടാവും. അതന്നെ എല്ലാം ചൂടാക്കി എടുക്കുകയാണേ. എടുത്തു വെച്ച മസാലപ്പൊടിയിലേക്ക് നമ്മുടെ ഒട്ടകത്തെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അറുപതിനായിട്ട് വന്നിട്ട് ഒട്ടകത്തൊക്കെ കറി വെക്കുന്നതാണ് ആദ്യ പരീക്ഷണമാണ്. എങ്ങനെയാവും അറിയത്തില്ല. പിന്നെ ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ പച്ചയ്ക്ക് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോഴും അങ്ങനെ ചില സമയത്ത് ബീഫ് വെക്കാൻ നോക്കി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാറുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി മസാല അതിനകത്ത് പിടിക്കണം. ശരിക്കും ഇതിനകത്ത് വിത്ത് ബോണായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ബോൺലെസ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഇപ്പോൾ വെച്ചാൽ മേടിച്ചിട്ട് വന്നേക്കുന്ന വിത്ത് ബോണും കൂടെ ഉള്ളതാണ്. ഇങ്ങനെ അതെന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ ഉപ്പ് നോട്ടം കാര്യങ്ങളൊക്കെ വെച്ചതിനെ കൊണ്ട് നോക്കിക്കണം. ശരിക്കും ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫും കഴിക്കും, ചിക്കനും കഴിക്കും. അതാണ് ശരിക്കും മനസ്സറിഞ്ഞ് കഴിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം, ഞാനൊരു ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചച്ചൊവ ഉണ്ടാകാതിരിക്കാനാട്ടോ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പറയുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഇത് വേഗണം. നന്നായിട്ട് വെന്തതിന് ശേഷം എന്താ ടേസ്റ്റ് നന്നായിട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തു. ഒപ്പത്തിനൊപ്പം ഞാൻ അധികം ഗ്രേവി ആക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഒപ്പത്തിനൊപ്പം ചൂടുവെള്ളം കൂടി അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3-4 ഫിസിലടിച്ച് വേവിച്ചിട്ട് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത്രയും വേവിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ടോ. ഒരു വെള്ളരിക്ക പരിപ്പും കൂടെ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് വെള്ളരിക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കിയിട്ട് ഒന്ന് പെരയ്ക്കകത്ത് വന്നിരിക്കുക കേട്ടോ. ഹസമോളോട്ട് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹസമോൾ ടി വി പാട്ട് വെച്ച് കേട്ടിട്ട് ഇങ്ങനെ നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയാണേ. ആക്ച്വലി ഈ പാട്ട് റെക്കോർഡിങ് ആയിരുന്നു. പക്ഷെ അത് ഞാൻ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതുകൊണ്ട് മാറ്റി. പിന്നെ അങ്ങനെ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വാ ഹസമോളെ എന്ന് പറഞ്ഞാൽ ഹസമോളെ വിളിക്കുന്ന കേട്ടോ. അവൾ ചില സമയത്ത് ഞാൻ അടുത്ത് ഇച്ചാൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഓടി വന്നിട്ട് തട്ടി മാറ്റും. അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെ ഹസമോളായിട്ട് എൻജോയ് ചെയ്തിരിക്കും. അവൾക്ക് ഇങ്ങനെ പാട്ട് വെച്ച് കഴിയുമ്പോൾ കൂടെ ഡാൻസ് കളിക്കുന്നതിൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇന്ന് 2 പേർക്ക് നമുക്ക് ഓഫാട്ടോ. അത് കാരണം പക്ഷെ പുറത്തോട്ട് ഇറങ്ങാൻ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ് എൻജോയ് ചെയ്യാമെന്ന്. അങ്ങനെ അങ്ങനെ പറഞ്ഞ നിമിഷം കൊണ്ട് ഞങ്ങളുടെ രണ്ടിനെയും കണ്ണു വെട്ടിച്ച് ആൾ അടുക്കളയിൽ എത്തിയിട്ടോ. വേറൊന്നിനും അല്ല, അടുക്കളയിലെ പാത്രങ്ങളെല്ലാം വലിച്ചെറിയാനും
എടുത്ത് പുറത്ത് ഈ അടിച്ചിട്ട് ഇട്ട് മുട്ടാനും പിന്നെ ഈ അരിപ്പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അരി എടുത്തിട്ട് വെതറാനൊക്കെ ഇതൊക്കെയാണ് ഹെസമോളുടെ ഹോബി എന്ന് പറയുന്നത്. ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇച്ചാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ വീണ്ടും റൂമിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അവളെ പാട്ടൊക്കെ വെച്ചു. പക്ഷേ ആൾ നല്ല മൂഡിലല്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾക്ക് അടുക്കളയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് കിടന്ന് കരയുന്നത്. ഞാൻ ശരിക്കും ഓൺ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടിട്ടുണ്ട്, ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നുണ്ടാ അങ്ങനെ. അന്നേരം ഹെസമോൾ പിന്നെ മൂടായി വരുന്നുണ്ട്, ഡാൻസ് ഒക്കെ കളിക്കാൻ കൂടുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. ഇച്ചായ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പർ ആണോ? അടിപൊളിയാണോ? അങ്ങനെ അറബി നാട്ടിൽ വന്നിട്ട് ഒട്ടകത്തെ കഴിച്ചു ഫസ്റ്റ് ടൈം അല്ലേ? കുറച്ചുകൂടെ കഴിച്ചു നോക്കിയിട്ട് എല്ലാം ആയോ? അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞാലും കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു കേട്ടോ അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലെന്ന്. ഒരു നമുക്ക് പോത്തൊക്കെ കഴിക്കുന്ന പോലെ ഒന്നും തോന്നുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഒരു മണ്ണിൻ്റെ ചുവ പോലെയൊക്കെ തോന്നുമെന്ന് പറയുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.